ഇന്നലകളിൽ ജീവിതത്തിൽ കടന്നു വന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുന്ന ജീവിതം നയിക്കുന്നവരാണോ ഞാനും നിങ്ങളും? എങ്കിൽ എന്നെയും നിങ്ങളെയും കാത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് ഇന്ന് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ആമേൻ. ഈ വചനഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനഭാഗമാണെന്ന് ഞാൻ തിരിച്ചത്. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാൻ അപ്പോസ്തോലനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നൊരു സന്ദർഭമാണ്. അവൻ വിചാരിക്കുന്നത് അവിടെ കിടക്കുന്ന മറ്റ് അസ്ഥികൂടങ്ങളുടെ കൂട്ട്, തലയോട്ടികളുടെ കൂട്ട് ഈ യോഹന്നാനുമായിത്തീരും. അവൻ്റെ സുവിശേഷം അവസാനിക്കും. ഞാൻ കൽപ്പിക്കുന്ന പരിധിക്കകത്ത്, ഞാൻ കൽപ്പിക്കുന്ന പരിമിതിക്കകത്ത് അവൻ ഒതുങ്ങിത്തീരുമെന്നാണ് ആമേൻ ഈ ഡൊമീഷ്യൻ ചിന്തിച്ചത്. പക്ഷേ അതേ യോഹന്നാനെ, അതേ ദൈവസന്നിധി, അതേ ഹല്ലേലൂയ, ആ പത്മോസ് തിരുവചനത്തിനകത്തെ അവസാനത്തെ പുസ്തകം എഴുതാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. എവിടെ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമോ, എവിടെ നിന്നെ തകർക്കാൻ ശ്രമിക്കുമോ, അവിടെ നിന്നെ മാനിച്ച് അഡ്രസ് ഉള്ളവനാക്കുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്, ആരാധിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തീർത്ത് കളയും, നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞുള്ള വാക്ക് ഉള്ളിനകത്തേക്ക് കയറ്റി ഏലിയാവിൻ്റെ കൂട്ട് മരണം കൊതിച്ച് ചൂരച്ചെടിയുടെ തണലൊന്നും ഇരിക്കില്ല കേട്ടോ. എഴുന്നേറ്റ് തിന്ന്, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ആമേൻ. അവൻ്റെ ലൈഫിനെ മാറ്റിയ ഒരു അനുഭവം ഒരു കർത്തൃദിവസത്തിലാണ് ഉണ്ടായത്. കർത്തൃദിവസം എന്ന് പറയുന്നത് 2 രീതിയിൽ വേദപണ്ഡിതന്മാർ പറയുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം എന്ന് പറയുന്നുണ്ട്. 2 അവൻ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച സമയമെന്നും പറയുന്നുണ്ട്. എനിവേ എന്തു തന്നെ ആയിരുന്നാലും കർത്തൃദിവസത്തിൽ അവനൊരു ആത്മവീഴ്ചത ഉണ്ടാകുകയും അടുത്തൊരു ആത്മതലത്തിനകത്തേക്ക് അവൻ മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. പരിധി പൊട്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അവൻ പരിമിതിക്കകത്തുനിന്ന് വെളിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആത്മസാന്നിധ്യത്തിനകത്തേക്ക് കയറാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. യോഹന്നാനെ സ്വർഗം കാണിച്ച് ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദവും ദൈവനിയോഗവും കൽപ്പിച്ച് ഒരു വിവശതയുടെ തലത്തിൽ നീണ്ട 22 അധ്യായങ്ങൾ വെളിപ്പാടിനകത്തെ അനുഭവങ്ങൾ ദൈവം അവന് കൈമാറുന്നതാണ് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. 7 സഭകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എഫെസോസ് സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദൈവിക മുന്നറിയിപ്പാണ് നമ്മൾ വായിക്കാനിടയായി തീർന്നത്. എന്താണ് ആ മുന്നറിയിപ്പ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തൊരു വിരോധാഭാസമായ കാര്യം അവിടെ പറയും നമുക്ക് തോന്നും. അല്ല പ്രിയരെ, ആമേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ദൂതിന് ശ്രദ്ധ കൊടുക്കട്ടെ, ശ്രദ്ധ കൊടുക്കട്ടെ. സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയും, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ പറയും, ലിസൺ മീ, ലിസൺ മീ, എന്നെ ശ്രദ്ധിക്ക്, എന്നെ ശ്രദ്ധിക്കുമെന്ന് പറയും. എന്തിനാ? ആമേ, മുന്നിലിരിക്കുന്ന ബിരുദന്മാർക്കറിയാം പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, ഇല്ലേ? അതേ കാര്യമാണ് ഇവിടെ ആത്മാവ് പറയുന്നത്. നോക്കാം, അധ്യായങ്ങളിലൊക്കെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ കേൾക്കാൻ മനസ്സുള്ളവൻ കേട്ടാൽ മതിയെന്ന്. ഈ ദൈവ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ ഉൾക്കൊണ്ടാൽ മതിയെന്ന്. ആമേൻ. അവിടെ പറയുന്നൊരു പദമാണ്, നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ. ജയിക്കുന്നവൻ. കണ്ടോ, പരാജയപ്പെട്ടവരുടെ ഇടമല്ല സ്വർഗം. എന്തിനെ ജയിക്കണം? ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പാപത്തെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്ന് ജയിക്കണം, പിശാചിനെ ജയിക്കണം. യേശുവിൻ്റെ രക്തം കൊണ്ട്, സാക്ഷ്യം കൊണ്ട് പിശാചിനെ ജയിക്കണം. ജയിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പർദീസ. എന്തിനെയാണ് കാണിക്കുന്നത്? ആദാമും ഹവ്വായും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏദൻ പർദീസയുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം, ആത്മീകമായൊരനുഭവം, ദൈവത്തിൻ്റെ പർദീസ. അവിടെ എന്തോ ഉണ്ട്? ജീവവൃക്ഷമുണ്ട്. ഒരിക്കലും മരണം ഇല്ലാത്ത, മരിക്കാൻ പറ്റാത്ത ഇടമുള്ള ദൈവത്തിൻ്റെ പർദീസയിലെ
ജീവവൃക്ഷം കഴിക്കാൻ വേണമോ? ജയിക്കണം. ജയിച്ചേ പറ്റൂ. പരാജയമില്ല. പരാജയപ്പെട്ടവരുടെ ഇടമല്ല ദൈവസന്നിധി. ജയിക്കാൻ ദൈവം നിനക്ക് കരുത്ത് തരും. വചനം ദൈവം തരും. ആലോചന ദൈവം തരും. ഇടപെടലുകൾ ഉണ്ടാകും. കരുത്തോടെ മുന്നേറാൻ ഇടയാകും. കേട്ടോ? സമർപ്പിക്കാം അതിനായി, ഏൽപ്പിച്ചു കൊടുക്കാം അതിനായി. ഇന്നലകളിൽ പരാജയപ്പെട്ട പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തലുകൾ വരുത്തി മാമൻ ജീവിതത്തെ ഒന്നുകൂടെ കണ്ടുണർന്ന് ജയാളികളായിട്ട് മുന്നേറാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. വളരെ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ട ദൈവമേ, ആഴമായിട്ട് ഞങ്ങളോട് സംസാരിച്ച ദൈവ സന്ദേശത്തെ ആത്മാവിൽ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ദൈവാത്മാവിൻ്റെ ആഴത്തിലുള്ള ഇടപെടലുകളും അനുഭവങ്ങളും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് ഞങ്ങളോട് സംസാരിച്ചത്. സമർപ്പിക്കുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.